ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ രാജ്യത്തെ പകൽ യാത്രകൾക്ക് ഒരു പുത്തൻ ഊർജം നൽകിയിരുന്നു. അതിവേഗം, ആധുനിക സൗകര്യങ്ങൾ, തദ്ദേശീയമായ നിർമ്മാണം ഇതെല്ലാം വന്ദേ ഭാരതിനെ ജനപ്രിയമാക്കി. എന്നാൽ രാജ്യത്തെ ദീർഘദൂര യാത്രികർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മറ്റൊരു വിപ്ലവമാണ്: വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ. പരമ്പരാഗത രാത്രികാല ട്രെയിൻ യാത്രയുടെ പരിമിതികൾ മറികടന്ന് പ്രീമിയം സൗകര്യങ്ങളും സുരക്ഷയും അതിവേഗവും വാഗ്ദാനം ചെയ്താണ് ഈ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങാൻ ഒരുങ്ങുന്നത്. ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ആദ്യ പ്രോട്ടോടൈപ്പുകൾ ഇപ്പോൾ അവസാനവട്ട പരീക്ഷണങ്ങളുടെയും തിരുത്തലുകളുടെയും ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തിലോ സർവീസ് ആരംഭിക്കാൻ സാധ്യതയുള്ള ഈ ട്രെയിൻ രാജ്യത്തിൻ്റെ റെയിൽവേ ഭൂപടത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ ആദ്യ രേഖകൾ ബംഗളൂരുവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ട്രെയിനുകളുടെ സാങ്കേതിക മികവും വേഗതയും ഉറപ്പുവരുത്തുന്നതിനായി ട്രയൽ റണ്ണുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. രണ്ടാമത്തെ രേഖ കൂടി ട്രയൽ റൺ പൂർത്തിയാക്കി ഇപ്പോൾ ബംഗളൂരുവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ ട്രയൽ റണ്ണുകൾ കേവലം വേഗപരിശോധനകൾ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്നും വിലയിരുത്തുന്ന നിർണായകമായ ഘട്ടമാണിത്. ട്രയൽ റണ്ണിന് ശേഷം റിസർച്ച്, ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, റെയിൽവേ സുരക്ഷാ കമ്മീഷൻ എന്നിവർ റേക്കുകളുടെ നിർമ്മാണത്തിൽ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രികരുടെ സുരക്ഷയും സൗകര്യവും പരമപ്രധാനമായതിനാൽ റെയിൽവേ ബോർഡിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ തിരുത്തലുകൾ വരുത്തിയ ശേഷമേ ട്രെയിനിന് സർവീസ് നടത്താനുള്ള അന്തിമ അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഈ റേക്കുകൾ ഉടൻ തന്നെ തിരുത്തലുകൾക്കായി അസംബ്ലി ലൈനിലേക്ക് മാറ്റും. ഈ വർഷം അവസാനത്തോടെ ആദ്യ പ്രോട്ടോടൈപ്പ് പൂർണ്ണമായും സർവീസിന് സജ്ജമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ഉൽപ്പാദന ലക്ഷ്യം രാജ്യത്തിൻ്റെ ദീർഘദൂര യാത്രാരീതി തന്നെ പരിഷ്കരിക്കുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തോതിലുള്ള നിർമ്മാണമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ചെന്നൈ പെരമ്പൂരിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്കാണ് ആദ്യഘട്ടത്തിൽ 50 സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള ചുമതല. ഓരോ ട്രെയിനിലും പാൻട്രി കാർ ഉൾപ്പെടെ 24 കോച്ചുകളാണ് ഉണ്ടാവുക. ഒരു ട്രെയിനിൽ ഏകദേശം 1900 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കും. ഈ 50 ട്രെയിനുകൾക്ക് ശേഷം 200 വന്ദേ ഭാരത് സ്ലീപ്പർ റേക്കുകൾ കൂടി നിർമ്മിക്കാനാണ് ICF പദ്ധതിയിടുന്നത്. ഇതോടെ ICF മാത്രം നിർമ്മിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം 250 ഉയരും. തദ്ദേശീയ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 200 സ്ലീപ്പർ ട്രെയിനുകൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള കരാർ 2 സ്വകാര്യ കൺസോർഷ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വലിയ തോതിലുള്ള വിന്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിലെ കരാർ പ്രകാരം BMEL ആദ്യത്തെ 2 പ്രോട്ടോടൈപ്പുകൾക്ക് പുറമെ 16 കോച്ചുകളുള്ള 8 റേക്കുകൾ കൂടി ഉടൻ കൈമാറും. ആദ്യത്തെ 10 റേക്കുകളുടെ നിർമ്മാണം അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രാജധാനി, തുരന്തോ തുടങ്ങിയ നിലവിലെ പ്രീമിയം ദീർഘദൂര എക്സ്പ്രസ്സുകൾക്ക് ഒരു പകരക്കാരനാവുകയല്ല, മറിച്ച് അവയേക്കാൾ മികച്ചതും ലോകോത്തര നിലവാരമുള്ളതുമായ ഒരു യാത്രാ അനുഭവം നൽകുകയാണ് ശ്രമിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC ക്ലാസ്സുകളിലായിരിക്കും സ്ലീപ്പർ സൗകര്യങ്ങൾ ഒരുക്കുക. ഇത് നിലവിലുള്ള യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്ന നിരവധി പ്രീമിയം സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. യാത്രക്കാർക്ക് കൂടുതൽ സുഖപ്രദമായതും ആധുനിക രൂപകൽപ്പനയോടുകൂടിയതുമായ മോഡുലാർ ബെർത്തുകൾ ലഭിക്കും. മെച്ചപ്പെട്ട ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി സെൻസർ അധിഷ്ഠിത വാഷ്റൂമുകളും ഒരുക്കുന്നുണ്ട്. കൂടാതെ രാത്രികാല യാത്രികർക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി മനോഹരവും ഉയർന്ന നിലവാരമുള്ളതുമായ ആഡംബര ഇൻറ്റീരിയർ അകത്തളങ്ങൾ സജ്ജീകരിക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സുരക്ഷയുടെയും സാങ്കേതിക മികവിൻ്റെയും കാര്യത്തിൽ മുൻപന്തിയിലാണ്. ഇതിലെ മികച്ച എയറോഡൈനാമിക് രൂപകൽപ്പന കുറഞ്ഞ വായു പ്രതിരോധം ഉറപ്പാക്കുകയും അതുവഴി ട്രെയിനിൻ്റെ വേഗതയും ഊർജ്ജക്ഷമതയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലുള്ള വാതിലുകൾ യാത്രാവേളയിൽ സുരക്ഷ ഉറപ്പാക്കുന്നു. കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള സസ്പെൻഷൻ സംവിധാനം കുലുക്കം കുറച്ച് യാത്രക്കാർക്ക് സുഖപ്രദമായ യാത്രാ അനുഭവം നൽകുന്നു. മെച്ചപ്പെടുത്തിയ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന സുരക്ഷാ സാങ്കേതിക വിദ്യകളും ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നിലവിലുള്ള രാജധാനി പോലെയുള്ള എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ വേഗതയേറിയ രാത്രിയാത്ര യാഥാർത്ഥ്യമാക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തേണ്ട റൂട്ടുകൾ സംബന്ധിച്ച് റെയിൽവേ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ട്രെയിനിന് പൂർണ്ണമായും സർട്ടിഫിക്കേഷനും അംഗീകാരവും ലഭിച്ച ശേഷം മാത്രമേ റെയിൽവേ അന്തിമ റൂട്ടുകൾ പ്രഖ്യാപിക്കുകയുള്ളൂ. എങ്കിലും രാജ്യത്തെ പ്രധാന മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര റൂട്ടുകളിലായിരിക്കും അവ ആദ്യമായി അവതരിപ്പിക്കുക. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൻ്റെ വരവ് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണ പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ്. കാലഹരണപ്പെട്ട പഴയ ICF രൂപകൽപ്പനയിലുള്ള കോച്ചുകൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി സുരക്ഷിതവും സൗകര്യപ്രദവുമായ LHP കോച്ചുകൾ ഉപയോഗിച്ച് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കുകയാണ് റെയിൽവേ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഈ ആധുനികവൽക്കരണത്തിന് കൂടുതൽ വേഗത നൽകും.
വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കേവലം പുതിയൊരു ട്രെയിൻ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയുടെ രാത്രികാല യാത്രാനുഭവത്തിൻ്റെ പരിണാമമാണ് ഇത്. സാങ്കേതിക മികവിലും സൗകര്യത്തിലും സുരക്ഷയിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈ ട്രെയിനുകൾ രാജ്യത്തെ യാത്രക്കാർക്ക് അതിവേഗവും ആയാസരഹിതവുമായ ദീർഘദൂര യാത്ര ഉറപ്പാക്കും. ബംഗളൂരുവിലെ അവസാനവട്ട ഒരുക്കങ്ങൾക്കും ചെന്നൈയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ശേഷം ഈ പുതിയ നൈറ്റ് റൈഡർ ട്രാക്കിലിറങ്ങുന്നതോടെ ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വരും വർഷങ്ങളിൽ നമ്മുടെ മിക്കവാറും എല്ലാ പ്രമുഖ ദീർഘദൂര സർവീസുകളും ഈ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആധുനിക റോളിംഗ് സ്റ്റോക്കുകളോടെ പ്രവർത്തിക്കും. ഇനിയൊരു അവസാനവട്ട ചിന്ത കൂടി. രാജധാനി എക്സ്പ്രസ് ആഡംബരത്തിൻ്റെ പ്രതീകമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആ ചരിത്രം തിരുത്തിക്കുറിക്കുമോ? കാത്തിരുന്ന് തന്നെ കാണാമല്ലേ.